ചെയ്യുകയാണ്. ഇന്ന് നമ്മളെ ഷാമിന്റെ ലുക്ക് മൊത്തത്തിൽ നമ്മളിത് മാറ്റാൻ പോവാണ്. ഷാമിനെ ഞങ്ങൾ വേറെ തന്നെ ഒരാളാക്കി എടുക്കാൻ പോവാണ്. ഞാൻ കൊറേ ആയി ഇവരെങ്ങനെ വെറുപ്പിക്കുന്നു. എനിക്കൊന്ന് മുടി വെട്ടണം, ഹെയർ മേക്ക് ഓവർ ചെയ്യണം. കൊറേ ആയി ഞാൻ ഇതേപോലെ നടക്കുന്നു. എല്ലാ ദിവസം എന്ന് പറയുന്ന പോലെ അവള് പറയും എനിക്ക് മുടി വെട്ടണം, എനിക്ക് മുടി വെച്ച് ഇങ്ങനെ നടന്നാൽ പോലെ, എനിക്ക് വേറെ രീതിയിൽ കട്ട് ചെയ്യണം, ഞാൻ എത്ര ഷോർട്ട് ആക്കാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പറയും ഞാൻ കുറെ ലോങ് ആക്കി വളർത്താണ്. ലോങ് ആക്കി കഴിഞ്ഞാൽ പറയും പിന്നെ ഷോർട്ട് ആക്കാണ്. അതെന്താ അറിയോ, അത് അഞ്ചിന്റെ കല്യാണം വരെ വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പൊ കല്യാണത്തിന് സാരി കൊടുക്കുമ്പോ നല്ല ലോങ് ഹെയർ വേണല്ലോ. അപ്പൊ അതുവരെ ഇവള് വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നു. പിന്നെ എന്റെ എൻഗേജ്മെന്റ് സമയത്തും അതുവരെയൊക്കെ ഞാൻ വെട്ടാതെ പിടിച്ചിരുന്നു. ചെയ്യാന്ന് പറയുന്നത് ഈ ഫ്രണ്ടിലുള്ള ചെറുതായിട്ട് അത് ഞാൻ തന്നെ കട്ട് ചെയ്യും. ഈ 5ന്റെ എൻഗേജ്മെന്റിനല്ല ഞാൻ ഫ്രണ്ടിൽ കട്ട് ചെയ്തത്. അത് മാത്രം ഞാൻ സലൂണിൽ പോയി കട്ട് ചെയ്ത്. പിന്നെ മുടിന്റെ അറ്റുണ്ടല്ലോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത്, ഞാനല്ല വേറെ ആരെങ്കിലും. ലാസ്റ്റ് 5 കട്ട് ചെയ്തന്ന്. എനിക്ക് കല്യാണത്തിന് മുന്നേ 5ന്റെ കല്യാണത്തിന് മുന്നേ എനിക്ക് ഒന്ന് ഷേപ്പ് ആക്കി തന്നെ, അല്ലെങ്കിൽ താഴെ ഇങ്ങനെ കോല് പോലെ നിൽക്കുമല്ലോ. അല്ലാതെ ഞാൻ ഇതുവരെ ഒരു മേക്ക് ഓവർ എന്നുള്ള രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കിപ്പോ ശ്രീ ലെയർ ചെയ്യലുണ്ട്. 5 എന്ത് ചെയ്യല്? ഞാനും ലെയറും യാതൊരു ചെയ്തിട്ടില്ല. ആകെ ഒരു 5 കൊല്ലം മുന്നേ എങ്ങാനും എനിക്ക് അന്ന് അത്ര മുടിയില്ല കേട്ടോ, ചെറിയ ലെങ്ത് ഉള്ളൂ എനിക്ക് മുടി. അന്ന് ഞാനൊന്ന് ലെയർ അടിച്ച്, അത് മാത്രം ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് വേറെ ഒരു ഹെയർ കട്ടും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തില്ല. അപ്പൊ എനിക്കൊരു മേക്ക് ഓവർ വേണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം കഴിച്ചു. എനിക്ക് എല്ലാരും ഞെട്ടിക്കണം, അതായത് കാക്കനെ ഞെട്ടിക്കണം, ജുൻഖാനെയാണ് എനിക്ക് മെയിൻ ആയിട്ട് ഞെട്ടിക്കണ്ടേ. കാരണം ജുൻഖാനെ ഞാൻ അതേപോലെ എപ്പോഴും വെറുപ്പിക്കുന്നതാണ്. എനിക്ക് ഹെയർ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം, ഞാൻ ചിലപ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യും. പിന്നെ ഉടനെ ഈ കട്ട് ചെയ്ത് നോക്ക്, എന്നാലല്ലേ അറിയുള്ളൂ. അതങ്ങനെയല്ല പറയാ, ജുൻക എനിക്ക് ഈ മുടി ഇവിടെ രസം ഉണ്ടാവും. അപ്പൊ ജുൻക അറിയോ ആ രസം ഉണ്ടാവും. എന്നാലും പറയും ഞാൻ ചിലപ്പോ വെട്ടിട്ട് കൊളായി പോയാൽ അങ്ങനെ അവൻ ചോദിച്ചോണ്ടിരിക്കും. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് വെട്ടി നോക്കി. അപ്പൊ ഇന്നത്തെ പക്ഷെ ഇന്ന് ഷാമി നല്ല ഷോർട്ട് ആക്കാൻ പോവാണ് ഹെയർ. അത് ഉറപ്പില്ല. അത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വെറുപ്പിച്ചോണ്ടിരുന്നത്. ചിലപ്പോ ഞാൻ ഷോർട്ട് ആക്കൂല, പക്ഷെ എനിക്ക് എന്തായാലും ഒരു കുറച്ച് ഞാൻ ഷോർട്ട് ആക്കാം. എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇവളിപ്പോ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ സലൂണിൽ പോയിട്ട് അവരോട് പറയും എന്റെ ഹെയർ ഈ ഒരു ടൈപ്പ് ആണ്, അപ്പൊ എനിക്ക് ഈ ഒരു രീതിയിൽ വേണം. അപ്പൊ ഒരു ഷോർട്ട് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് വെട്ടും. ലോങ്ങിൽ തന്നെ ചിലപ്പോ ലെയറോ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. ഓക്കെ എന്തായാലും ഇതിനൊരു വ്യത്യാസം. ഇപ്പൊ എന്റെ ലെങ്ത് ഇതാ, എന്റെ ഹെയറിൽ ലെങ്ത് ഇതാ ഇത്രയാണ് കേട്ടോ ഗൈസ് ഉള്ളത്. അപ്പൊ സല്ലും ഇവിടെ ഇല്ല, അമലും ഇവിടെ ഇല്ല, ജൂനും ഇവിടെ ഇല്ല. 3 എണ്ണത്തിനും കൂടെ ഞങ്ങൾ വേറൊരു ദിക്കിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഞങ്ങള് 3 പേര് മാത്രം അറിയുന്ന ഒരു സീക്രട്ട് ആണിത്, ഇവിടെ ഹെയർ മേക്ക് ഓവർ എന്നുള്ളത്. ഇത് കഴിയുന്നു, നമ്മൾ ഇവളെയും കൊണ്ട് നേരെ സ്റ്റുഡിയോയിലേക്ക് വരുന്നു. സ്റ്റുഡിയോയിൽ വന്നിട്ട് അവരെ 3 പേരും ഒറ്റയടിക്ക് ഞെട്ടിക്കുന്നു. അതാണ് ഞെട്ടോ, ശരിക്കും ഞെട്ടോന്നാണ് നമുക്ക് കാണാൻ. ആരാ ഞെട്ട് അതില്? ഞെട്ടാത്തത്. അപ്പൊ പോയാലോ? പോവാ. പെട്ടെന്ന് തീർത്ത പെട്ടെന്ന് കഴിഞ്ഞു. വേഗം പോവാ ഗൈസ്. ഇനി അധിക നേരം ഇവിടെ നിർത്താതെ നല്ലത്. സലൂണിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു സമാധാനത്തിൽ അവിടെ ഇരുന്നോളൂ. ഒരു പണിയാ നമുക്ക് ആവശ്യമുള്ളത്, ഭയങ്കര ഷോർട്ട് ആക്കാതെ ഒരു മീഡിയം ലെവൽ നമുക്ക് വെട്ടി നോക്കാം. അഥവാ എനിക്കത് ഓക്കെ എല്ലാം തോന്നിയാലും പിന്നെ അതിന്റെ തൊട്ട് മുകളിൽ ഹെയർ കട്ട് നല്ലോണം ആയാലും ഷാമിന്റെ വക ട്രീറ്റ്. ഞാൻ ട്രീറ്റ് തന്നിട്ടുണ്ട്. ഞാൻ മിണ്ടരുത്, ഞാൻ ഫോണ് മേടിച്ചതിന് ട്രീറ്റ്, മുടി കട്ട് ചെയ്തതിന് ട്രീറ്റ്, എന്റെ ബർത്ത്ഡേ തന്നത് വേറെ ട്രീറ്റ്, എല്ലാത്തിനും ട്രീറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തായാലും മുടി വെട്ടാതെ പോയി ഐസ്ക്രീം എന്തെങ്കിലും തിന്നു പോന്നാലും പറ്റില്ല. മുടി വെട്ടി കഴിഞ്ഞാൽ ഭംഗിയാവുന്നതിനനുസരിച്ച് ട്രീറ്റിന്റെ അളവ് കൂടും. ഭംഗിയാവുന്നതിനനുസരിച്ചിട്ട് അതിനനുസരിച്ച് ട്രീറ്റിന്റെ അളവ് കൂടും. പേടിയുണ്ടോ? ഞാൻ ചോദിച്ചപ്പോ പേടിയുണ്ട്. നെർവസ് ആണോ? അതെ, എന്റെ കൈ നോക്കൂ, അവിടെ പോയിട്ട് ജുൻഖായും കാക്കയും അമലേട്ടനും ഞെട്ടുപോകും. കാത്തിരുന്ന് കാണാം. ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി വേണം അവരുടെ ഡൗട്ടൊക്കെ ചോദിച്ച് തീരുമാനമാക്കാൻ. എന്റെ പറഞ്ഞു ഇത്ര ലെങ്ത് കുറയ്ക്കണമെന്നാണ് ഇപ്പൊ ചോദിക്കുന്നത്. നമുക്ക് ആ ഒരു ലെങ്ത്തിൽ വെട്ടി വെക്കാം അല്ലേ? ടി പി എന്ന് പറയുമ്പോൾ അങ്ങനെ വരും. അത് ഓക്കെ അല്ലേ? പിന്നെ കുറച്ചൊരു ലെയർ കട്ട് പോലെ തന്നെ തോന്നും. ബാങ്ക്സും വിട്ട് എന്നിട്ട് ടി പി ചെയ്യാം. ടി പി ചെയ്തിട്ട് പിന്നെ ബാങ്ക്സും കൂടെ വെട്ടുമ്പോൾ കുറച്ചൊരു കിട്ടുന്ന സമയത്ത് കുറച്ചൊരു ലെയർ അതുപോലെ തോന്നും. ഓൾറെഡി സ്മൂത്തനിങ് ചെയ്ത ഹെയർ അല്ലേ, അപ്പം അതുകൊണ്ട് ലെയറൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അത്ര ഭംഗി ഉണ്ടാവില്ല. നാച്ചുറൽ ഹെയറിനാണ് ഭംഗി ഉണ്ടാവാറ്. അപ്പം ഇതിന് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ യു അല്ലെങ്കിൽ വി അങ്ങനത്തെ ഒക്കെയാണ് പറ്റാറ്. ഡീപ്പ് യു ആണ് ഇപ്പോൾ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞത്. ലെങ്ത് പോയി കിട്ടും. പിന്നെ ഈ
ഫ്രണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ലെയേർഡ് ലുക്ക് എന്തായാലും ഉണ്ടാവും. എന്തായാലും ഈ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ചെറുതായിട്ടൊരു ലുക്കിനൊരു വ്യത്യാസം വരും. അപ്പോൾ റെഡിയാണോ? അറിയണം. അയ്യോ കട്ട് ചെയ്യൂലേ? ആദ്യം ലെങ്ത് കട്ട് ചെയ്ത് മാറ്റി കറി കിടക്കും. ഇനി ഹെയർ വാഷ് കഴിഞ്ഞിട്ട് ബാക്കി മുടി വെട്ടിയിട്ട് കണ്ടിട്ട് മുകളിലേക്ക് നോക്കുന്ന എക്സ്പ്രഷനാണ് കഴിച്ചത്. ചെറുതായിട്ടൊരു പേടിയുണ്ട്. നേരത്തെ കുറച്ചും കൂടി റെഡി ആയിരുന്നു. ഇപ്പൊ തീരുമാനമായി. പേടിയില്ലാന്ന് കണ്ടപ്പോൾ നമുക്കൊരു സമാധാനം പേടില്ലേ? ഷാമിന്റെ മുഖത്ത് എന്തോ ഒരു സങ്കടം. ഷാമി അവളുടെ ബുദ്ധിമുട്ടുകൾ പറയാണ്. ഇവർക്ക് സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം മുടി കറക്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും അതേ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കുള്ളൂ. നമുക്ക് കേളി ആക്കാനൊന്നും പറ്റില്ല. അതിന്റെ വിഷമം. പിന്നെ മുടി എന്താ പറയാ എല്ലാ പരിപാടിക്കും ഒരേപോലെ അതൊരു സ്റ്റൈല് പ്രത്യേകിച്ച് കട്ടാനൊന്നും പറ്റൂല. അപ്പൊ അവർക്ക് അതൊക്കെ മാറ്റണം എന്ന് വിചാരിച്ചിട്ടാണ് ഹെയർ കട്ട് വിചാരിച്ചത്. പക്ഷെ അത് പറ്റാത്തതിന്റെ ആത്മകഥം പറഞ്ഞുകൊടുക്കും. ഹെയർ കട്ടൊക്കെ ഡീപ് വ്യൂ അല്ലേ, നല്ല മാറ്റാണ്. അത് മാറ്റാണ്. കാര്യങ്ങൾ സ്ട്രൈറ്റ് അല്ലേ ഫുള്ള് വെട്ടാറ്. പിന്നെ സ്മൂത്തനിങ് ചെയ്ത മുടി അത്രയും നമ്മൾ സ്മൂത്തൻ ചെയ്ത് വെച്ചിട്ട് കുറേ ലെങ്ത് കട്ട് ചെയ്ത് കളയാന്നുള്ളൊരു വിഷമം അതിപ്പോ പോയി കിട്ടിയല്ലോ. ഇനിയിപ്പോൾ അത് ചിന്തിച്ചിട്ടില്ല. ബാക്കി നമുക്ക് അങ്ങനെ കഴിച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഷാമിത അവിടെ ഇരിക്കുന്നുണ്ട്. അവളിനി ഹെയർ കട്ട് കഴിഞ്ഞിട്ട് വരിക പെട്ടെന്ന് കഴിയും അല്ലേ? അത് DP അല്ല, ഒരുപാട് സമയം എടുക്കില്ല. പിന്നെ സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കാം. അപ്പോൾ നമ്മൾ അത് ഹെയർ കട്ടൊക്കെ സെറ്റ് ചെയ്ത് ഇനി പറഞ്ഞു കൊടുത്താൽ ഓരോ ഓരോ പാടായി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് കാണാം. ഷാമിയുടെ ഹെയർ കട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പറഞ്ഞ് ഷോർട്ടാക്കി ശരിക്കും ഷോർട്ടാക്കി. വല്ലാത്തൊരു മേക്ക് ഓവറായി പോയി നമ്മൾ പറയുന്നു. ഇപ്പം നല്ല ഡ്രസ്സുണ്ടല്ലോ ഇവിടെ. അഞ്ചി നോക്കിക്കേ, നല്ല ഡ്രസ്സല്ലേ? നല്ല ഭംഗിയാവും, നല്ല ഭംഗിയാവും. ഇഷ്ടമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഇരിപ്പ് കണ്ടിട്ട്. അതെ, ഷാമിക്ക് ഡാൻസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹെയർ കട്ട് കഴിഞ്ഞു, ഇപ്പോൾ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രസമുണ്ടല്ലോ. പുറകിലൊക്കെ വലിയൊരു രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല കൈസ്, ഇനി കട്ട് ചെയ്യാനുണ്ടെന്നാണ് തോന്നുന്നത്. അവരിവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. രമണ ഹെയർ കളറും കൂടി ചെയ്താലോ? ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞേ ഇനി ഹെയർ കളറിൽ വേറെ എന്തൊക്കെയോ മാറ്റി റിവേഴ്സ് ചെയ്യണ്ടേ? ഹെയർ കളറും കൂടി ചെയ്താലോ? ആ ശരി, കൂടുതൽ ഡാമേജ് ആവും. ഇവക്ക് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ആ ഒരു എക്സൈറ്റ്മെന്റ് അങ്ങനെ ചെയ്യാൻ തോന്നും. പിന്നെ നോക്കണ്ട, അത് ഡിസപ്പോയിൻമെന്റ് ആവും. കാരണം ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കുറെ കൊഴിയും. ഒഴിച്ചില്ലേ? അപ്പൊ അതുകൊണ്ട് അപ്പൊ അത് ചെയ്യാത്തതാ ഭേദം. ഇപ്പൊ തൽക്കാലം പോയില്ലേ ചെയ്തത്? അത് വെട്ടുമ്പോ തന്നെ പോയി താഴെ ഇരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഷാമിൻ്റെ ഹെയർ ഇപ്പം തീരുവര് എന്താണ് സെറ്റൊക്കെ ചെയ്തിട്ടോ. വളരെ കുറഞ്ഞ നേരത്തിൽ ഷാമിൻ്റെ ഹെയർ സെറ്റ് ആവുന്നതാണ്. കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ഷാമിൻ്റെ ഹെയർ സെറ്റ് ആവും. എന്നിട്ട് വേണം ഞങ്ങൾക്ക് തന്നെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കാണാൻ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓരെ പോയി ഞെട്ടിക്കണം. അപ്പോഴത്തേക്ക് ഒരു പോയ സ്ഥലത്ത് നിന്ന് തിരിച്ച് സ്റ്റുഡിയോയിലേക്ക് എത്താനും ഞങ്ങൾ ടാക്ടിക്കലായി പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇപ്പം അമ്മയുടെ ഒരു കോള് വന്നിരുന്നേ. കോൾ എന്തോ ഫസ്റ്റ് എന്താ പറയാൻ പോയത്? കട്ട് ചെയ്ത് കഴിയാനായി. കള്ളം പറഞ്ഞ് ഇറങ്ങിയതാ. ഞങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത കള്ളൊക്കെ പിന്നെ ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ട് ഞങ്ങൾ എത്തുന്നതിന്റെ മുന്നേ ഒരു സ്റ്റുഡിയോയിൽ എത്താനുള്ള രീതിയിൽ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ മുടി ഒക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ ഇറങ്ങുന്നു, ഓരോരുത്തർ പോകുന്നു, റിയാക്ഷൻ എടുക്കുന്നു. എന്തായാലും ഞെട്ടുന്നു. നല്ല മുടി പോയി. ഇവള് പോയി മാറിട്ടോ. ഡ്രസ്സല്ലേ ഇത്? വേറെ ആയിരുന്നു. ഒരു പുതിയ ഡ്രസ്സ് മേടിച്ചു കൊടുത്തല്ലോ. ഡ്രസ്സല്ലേ? നല്ല ഷോർട്ടായി. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെയാണുള്ളത്. ഇത്ര ഷോർട്ടായി. ബാക്കിയുള്ള ഹെയർ ഒക്കെ നിലത്തുണ്ട്. ബാക്ക് സൈഡ് ആ കുറച്ച് നല്ലോണം ഷോർട്ടായിട്ടുണ്ട്. പക്ഷെ രസമായി. അലോന് ഇഷ്ടാവും. നല്ല രസമുണ്ട്. കുറെ കാലായിട്ട് പിന്നാലെ നടക്കുന്ന ഞാൻ ഇത്ര വെട്ടിട്ട് ഇപ്പൊ അത്ര തന്നെ ആയി. ശരിക്കും അത്ര തന്നെ ആയി. വരുമ്പോ അത്രയും ഉദ്ദേശമില്ലായിരുന്നെങ്കിലും
ഇങ്ങനെ ഗൈസ് ഷാമിയുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഗൈസിന്റെ ഹെയർ മേക്ക് ഓവർ ഇത് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പതേ ബാക്ക് ഇങ്ങനെയാണുള്ളത്. ഇത്ര മുടി ഉണ്ടായിരുന്നതാണ്, അത് ആദ്യം ഒരു ഇത്ര കട്ട് ചെയ്തു, പിന്നെ ആ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് ബാക്കിയും കൂടെ കട്ട് ചെയ്തു. ഇതിപ്പോ നാളെ കുളിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാലും ഓളത് ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ട് കുറച്ച് നല്ലപോലെ നിൽക്കും എന്തായാലും ഒരു വൃത്തിക്ക് നിൽക്കും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെവിടേക്കൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തിറങ്ങുന്ന സമയത്തൊന്നും ഒരുങ്ങിയിട്ടാണല്ലോ ഇറങ്ങാം, ഭംഗി ഉണ്ടാവും. ഇത് ശരിക്കും ഇപ്പൊ നമുക്കൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് തോന്നുന്നില്ലേ? വല്ലാത്ത ചേഞ്ച്. മുടി ഇവിടെ വരെ ഉണ്ടായിരുന്നു. അല്ല ഉമ്മ ചീത്തറിയോ? ചിലപ്പോ ഞാൻ അമ്മനോട് മുടിയൊന്നും കുറയ്ക്കൂല, ലെങ്ത് കുറയ്ക്കൂല അമ്മ, ഞാൻ വേറൊരു മേക്ക് ഓവറിന് വേണ്ടിയിട്ടാ പോകുന്നതൊക്കെ പറഞ്ഞു. ലെങ്ത് ഇല്ല, ചിലപ്പോ ചീത്തക്കാൻ ചാൻസ് ഉണ്ട്, സഹിക്കുന്നുണ്ട്. ഇനിയിപ്പോ പോയി അവരോട് ഒരു അത് കേൾക്കണം നമുക്ക് ആരുടെ മനസ്സിൽ ഞാൻ എവിടെയാ പറഞ്ഞ് എന്ത് സ്ഥലത്താണ്, അത് ശരിയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നിങ്ങളെന്തായി ഇത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് തീരാനായി എന്ന് പറയാൻ വന്നു. ഞാൻ അങ്ങനെ വിഴുങ്ങിയിട്ട് ഞാൻ പറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞ് നോക്കിയിട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞില്ല. ജുൻക വീഡിയോ കോൾ ചെയ്ത് എടുത്തില്ല ഫോണ്. ഞാൻ പിന്നെ വിളിച്ചില്ല, ഞാൻ കുറച്ച് തിരക്കില്ല, എപ്പോ വിളിക്കട്ടോ എന്നാണ് ഞാൻ വെച്ചത്. ഞങ്ങൾ ഇവിടെ വരുന്നതിന് നമ്മൾ വേറെ സ്ഥലത്ത് പോയി എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഹെയർ ഡ്രയറിന്റെ വെച്ച് കണ്ണാടി തിരിയുന്ന കസാരയൊക്കെ കണ്ടുകഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. നല്ല രസമുണ്ട്, നോക്ക് ക്യാമറയിൽ കാണുമ്പോൾ നല്ല രസമുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം എങ്ങനെയാണ് റിയാക്ഷൻ ഒന്നും യാതൊരു ഐഡിയ ഇല്ല. എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെയല്ല രസമില്ല എന്ന് പറഞ്ഞു എനിക്ക് പിന്നെ സമാധാനം ഉണ്ടാവും. മനസ്സിലാവല്ലേ എന്നുള്ള ആദ്യം നോക്കണം. അതാണ് കണ്ടുകഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടി വരും എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോന്ന്. എന്നാലേ ചുൻകാതെ ചിലപ്പോ തിരിച്ചറിയും റിയാക്ഷൻ കാണാൻ. നേരെ ഡോറൊന്നും ഒരു വരുന്നു അല്ലെ കാണും. ഞാൻ അവിടെ നിൽക്കാം. കാണില്ല എനിക്കും മനസ്സിലാവൂലല്ലേ? ആവുമായിരിക്കും. എന്താ ഡോർ ഓർക്കാത്ത? അയ്യോ നേരെ അത് നിഴല് കണ്ടിട്ട് അത് സ്ഥലമാണെന്നാ തോന്നുന്നത്. ഒന്ന് സൂക്ഷിച്ച് നോക്കണോ ഉണ്ണി? എങ്ങനുണ്ട്? രസമുണ്ടോ? ഞാൻ പറഞ്ഞില്ല ആദ്യം ചുൻകാൻ കണ്ടാ തിരിച്ചറിയില്ല. ഒന്ന് തിരിഞ്ഞൊന്ന് കാണിച്ചോക്കെ എത്ര ഉണ്ട് പൊടിയത്. ഇഷ്ടായോ? ഇഷ്ടായോ? സല്ലൂര് ഇഷ്ടായോ? അനക്ക് ഇഷ്ടായോ? അനക്ക് സന്തോഷായോ? ഇവിടെ ഫുൾ ഔട്ട്ലുക്ക് മാറിയ പോലെ ഇല്ലേ അല്ലേ? ആ അതാണ് ആളെ മാറി. ഇതായിരുന്നു ഇതിനു വേണ്ടിയായിരുന്നു ഇത്രയും നേരം ഞങ്ങളെ മൂന്നെണ്ണത്തിന്റെ അടുത്ത് ഞങ്ങൾ കള്ളം പറഞ്ഞു പിടിച്ചു തന്നത്. അമ്മനോട് പറഞ്ഞു, നീ ഉമ്മനടുത്ത് പറഞ്ഞില്ലേ? മുടി വെട്ടുന്നറിഞ്ഞേ പക്ഷെ ഷോർട്ട് ആക്കൂലെന്നാ ഞാൻ പറഞ്ഞത്. ഇത് കാണുമ്പോ ഷോർട്ടാണോ? ആ നല്ല മുടി ഉണ്ടായിരുന്നു നോക്ക്. പക്ഷെ ഇവക്ക് തോന്നില്ല. ഞാൻ ഷോർട്ട് ആക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് അതാ കൊറേ കാലം ഓള് പറയുന്നത്. അപ്പൊ കയ്യോടെ പിടിച്ചോണ്ടേതാ ഞങ്ങള്. ലോങ് ആയിട്ടുള്ള ഹെയർ ആണോ ഇങ്ങനത്തെ കുറച്ച് കൂടുതൽ ഭംഗിയുണ്ട്, ഇത്രയും ഭംഗിയുണ്ട്. കുറച്ച് കൂടുതൽ
കുറച്ച് ഇത് രസം നല്ല രസം തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഒരു വെറൈറ്റി ലുക്ക്. വെറൈറ്റി സംഭവം ഇല്ലേ ഷോർട്ട് ആക്കണം എന്ന് പറഞ്ഞാൽ ഒറ്റ കട്ടിട്ട് ഇത്ര നീളം മുടി നേരെ നിൽക്കണം. പോകുന്നൊരിക്കലും മുടി വെയിലൊക്കെ കഴിഞ്ഞു. ഇനി ഉമ്മ ചീത്ത പറഞ്ഞ എന്താക്കും? ഇല്ലല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട അപ്പൊ നീ ജാമ്യം നിൽക്കും. ഞാൻ ജാമ്യം നിൽക്കൂല, ഞാൻ വൈകില്ല. രാവിലെ തിരിച്ചു കൊടുത്തേ. ഇതൊക്കെ ബഹളീനി. വെള്ളത്തരോ. അതെ ഞങ്ങളൊരു നല്ല കാര്യത്തിനല്ലേ പറഞ്ഞത്. അതെ, ശരിയാണ്. അതെ. രസം. രസല്ലേ? നല്ല രസല്ലേ? അവക്ക് ഇഷ്ടാവോ എന്നുള്ളായിരുന്നു ഓളെ ഏറ്റവും വലിയ ടെൻഷൻ. അല്ല, എത്ര അല്ല, ഇവ പ്രാവശ്യം. കളിയാക്കുവേ. ഏ? കളിയാക്കൂലേ? അതാ. അല്ല ഇയ്യോ മോശല്ല, ഓ താടി ഒഴിച്ചപ്പോ ഈ ഓനെ വാക്കിച്ചില്ല. ഞങ്ങളാണ് പിന്നെ സപ്പോർട്ട് ചെയ്തത്. ആരെക്കാളും കൂടുതൽ കളിയാക്കിയവളാ. പിന്നെ ഞാനും എന്നോട് ബാക്കി എല്ലാരും പറഞ്ഞു അത് കുഴപ്പമില്ല. അപ്പൊ എന്നോട് അപ്പൊ എന്നോട് പറയേ രസം എടുക്കാൻ സീനൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല. താടി പഠിച്ചപ്പോ പിന്നെ കുറച്ച് കഴിഞ്ഞ് വളന്നെ പറയൂ എന്ത് അത് വേണ്ടിയില്ലേ ഇതിന്റെ ജുനുക്കാനല്ല, അതിന്റെ ജുനുക്കാൻ. അയ്യോ ഇതൊന്നും ഞാൻ ഒരു കാര്യം പറയട്ടെ guys. നമുക്ക് ജെന്യൂൻ ആയിട്ട് തോന്നാനല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവരെ കാണാൻ അപ്പൊ ഒരു എന്താ പറയാ ഞാൻ പറയില്ല. എന്റെ ഹെയർ മേക്ക് ഓവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു guys. അതെ ഇവക്ക് ഇവിടെ വിചാരിച്ച പോലെ തന്നെയായി, ബാക്കിയുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് സമാധാനമായി, ഞങ്ങളെ ഏൽപ്പിച്ച പണി ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പൊ guys, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ